ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സിമന്റും എംസാൻഡും യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലവർ പോട്ട് സ്റ്റാൻഡ് എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. മഴ ഒരുപാടുള്ള സമയത്തേക്ക് നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടികൾ മണ്ണിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരുപാട് ചെളിയും മണ്ണും എല്ലാം അതിൽ തെറിച്ച് വൃത്തികേടാകുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു ഫ്ലവർ പോട്ട് ഹോൾഡിംഗ് സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് തോന്നിയത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്ലവർ പോട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ഈ കാണുന്ന പോലത്തെ നീളമുള്ള ഒരു പെയിന്റ് ബക്കറ്റാണ്. അതിനകത്തേക്ക് ഈ കാണുന്ന പോലെ കുറച്ച് കരിയോയിലോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു തുണിയോ മറ്റോ ഉപയോഗിച്ച് ബക്കറ്റിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഈ ഒരു ഓയിൽ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫ്ലവർ പോട്ട് സ്റ്റാൻഡ് ബക്കറ്റിൽ നിന്ന് പെട്ടെന്ന് വിട്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഓയിൽ ബക്കറ്റിന്റെ രണ്ട് വശങ്ങളിലായിട്ട് മാത്രം തേച്ച് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് എംസാൻഡും സിമന്റും എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 2:1 എന്ന കണക്കിലാണ്. ഞാനിവിടെ 10 ചിരട്ട എംസാൻഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിലേക്ക് 5 ചിരട്ട സിമന്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ചിരട്ട ചെറിയ ചരൽ മെറ്റൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ഒരു 3.5 ചട്ടി ചാന്തോളം എനിക്കിവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ അളവിൽ എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. വെള്ളം കുറച്ച് അധികം ചേർത്ത് ചാന്ത് നല്ല ലൂസ് പരുവത്തിന് തന്നെ മിക്സ് ചെയ്യേണ്ടതാണ്. ഈ ഒരു അളവിൽ വേണം നമുക്ക് നമ്മുടെ ചാന്ത് മിക്സ് ആയിട്ട് കിട്ടേണ്ടത്. അതിനുശേഷം ഓയിൽ പുരട്ടി വെച്ചിരിക്കുന്ന ബക്കറ്റിനകത്തേക്ക് നമുക്ക് ചാന്ത് കോരി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാൻഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് എത്രത്തോളം കനം വേണമെന്ന്. അതിനനുസരിച്ച് ചാന്ത് ആ ഒരു അളവിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഈ കാണുന്ന ഒരു ലെവൽ വരെയാണ് ചാന്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു വലിയ പൈപ്പ് ആവശ്യമായിട്ടുണ്ട്. പൈപ്പിൻ്റെ നീളവും സൈസും എല്ലാം തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും തന്നെ മതിയാവും. പൈപ്പ് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ബക്കറ്റിൻ്റെ കറക്റ്റ് നടുവശത്തായിട്ട് തന്നെ ഇറക്കി വെക്കുക. പൈപ്പ് സൈഡിലേക്ക് വല്ലതും മാറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അളവ് തെറ്റുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ വെക്കുക. ഇതിൽ കാണിച്ചതുപോലെ തന്നെ പൈപ്പ് ചാന്തിലേക്ക് പയ്യെ പ്രസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് നനഞ്ഞ മണലാണ് ആവശ്യമായിട്ടുള്ളത്. മണലിന് നല്ല നനവുണ്ടായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നനവില്ല എന്നുണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നനഞ്ഞ മണൽ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ പൈപ്പിന് ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. മണൽ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് പയ്യെ പ്രസ് ചെയ്ത് ടൈറ്റാക്കി വെക്കേണ്ടതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു അളവിലാണ് നമ്മൾ മണൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പൈപ്പ് പയ്യെ മുകളിലേക്ക് കറക്കി ഊരിയെടുക്കേണ്ടതാണ്. പൈപ്പ് ഊരിയെടുക്കുമ്പോൾ വളരെ സാവധാനത്തിൽ മാത്രം ഊരിയെടുക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണലിന് ഇളക്കം തട്ടാതെ വേണം പൈപ്പ് ഊരിയെടുക്കേണ്ടത്. പൈപ്പ് ഊരിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു ഹോള് ഇവിടെ കിട്ടുന്നതാണ്. അതിനുശേഷം ഉള്ളിലെ മണലൊന്നും ഇളവിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാന്ത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ചാന്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ കാണുന്ന പോലെ ഒരു കമ്പി നടുവശത്തായിട്ട് ഇറക്കി വെക്കേണ്ടതാണ്. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ കമ്പി ഇറക്കി വെച്ചു കൊടുക്കുന്നത് നമ്മുടെ നടുവിലത്തെ ആ ഒരു സ്റ്റേ തൂണിന് ഒരു ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 2-3 കമ്പികൾ തന്നെ ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. കമ്പി ഇറക്കിയതിന് ശേഷം അതിലേക്ക് വീണ്ടും ചാന്ത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിവശത്ത് നമ്മൾ ചാന്ത് ഇട്ടതുപോലെ തന്നെ അതേ അളവിൽ തന്നെ മുകൾ വശത്തും ചാന്ത് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്.
ഈ ഒരു അളവിലാണ് നമ്മൾ ചാന്ത് ഇട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 4 ദിവസം നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കേണ്ടതാണ്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ബക്കറ്റിൽ നിന്ന് ഊരിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബക്കറ്റ് ആദ്യമേ കമത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ബക്കറ്റിന് മുകളിലായിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ബക്കറ്റിൽ നിന്നും സ്റ്റാൻഡ് വിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് ബക്കറ്റ് പയ്യെ മുകളിലേക്ക് വലിച്ച് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഹോൾഡിംഗ് സ്റ്റാൻഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മണലൊക്കെ കോരി മാറ്റി ഒരു ബ്രഷ് കൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫുള്ള് മണലൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് അടിച്ച് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ് അടിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.